ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സന്യാസിനിയാവാൻ ഞാൻ പ്രാപ്തിയാണെന്ന് തോന്നുമ്പോ അങ്ങ് എന്താണെന്ന് വെച്ചാൽ വിധിച്ചാ മതി. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും രാധികയുടെ ഈ തീരുമാനം നടക്കില്ല. അജന്ത, ഈ കുട്ടിക്ക് എല്ലായിടും ഒന്ന് കാണിച്ചു കൊടുക്ക. വരൂ മോളെ. വരുന്ന കുട്ടി ശ്യാമയുടെ മകളാണെന്ന് അമൃത എന്നോട് സൂചിപ്പിച്ചിരുന്നു. ആ പരിഗണന രാധിക മോൾക്കുണ്ടാവും. അത് വേണം സ്വാമി. പിതയുടെ ശബ്ദം ശ്യാമയുടെ ശബ്ദത്തിനോട് സാമ്യമുണ്ട്. അത് പലരും പറയാറുണ്ട്. ഞാൻ അറിഞ്ഞ് അനുകരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അനുകരിച്ചാലും അത് തെറ്റല്ലല്ലോ. നല്ലതിനെ പിന്തുടരുക എന്നത് നല്ല കാര്യമല്ലേ? സ്വാമി, ഞാൻ ഇപ്പൊ തന്നെ മടങ്ങും. രാധികമ്മയുടെ കാര്യത്തില് അങ്ങയുടെ ശ്രദ്ധ ഉണ്ടാവണം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അവള്. ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള വരവ് പോലും. നമുക്കത് മനസ്സിലായി. നാം പറഞ്ഞുവല്ലോ, സന്യാസം പ്രേരണ കൊണ്ട് സ്വീകരിക്കപ്പെടേണ്ട ഒന്നല്ല. അതിന് അതിൻ്റെതായ കർമ്മങ്ങളുണ്ട്. ഇതൊരു ഇടനാഴിയാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമുണ്ട്. ഒന്ന് യഥാർത്ഥ സന്യാസത്തിലേക്കും തിരികെ ജീവിതത്തിലേക്കും. രാധികമോളുടെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ശ്യാമയോട് എന്റെ അന്വേഷണം പറയൂ. ആയിക്കോട്ടെ. ശരി. മോളെ, അപ്പൊ എങ്ങനെയാ? മോളിവിടെ നിൽക്കല്ലേ? ഇനി അങ്ങനെ ഒരു ചോദ്യമില്ല മാഡം. ഞാൻ തീരുമാനിച്ചു. ആദ്യം മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ. അതിനുശേഷം മാത്രമേ തീരുമാനങ്ങൾ എന്തായാലും എടുക്കാവൂ. അതെനിക്ക് നിർബന്ധം. ഫിദ മാഡം ധൈര്യമായിട്ട് പോയിക്കോ. എനിക്കിവിടെ സുഖമായിരിക്കും. എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ഞാൻ ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേ, ആശ്രമത്തിൽ വന്നു എന്ന് കരുതി കൂടുതൽ പക്വതയൊന്നും കാണിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ആവശ്യം തോന്നിയാ അപ്പ വിളിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് വരണമെന്ന് തോന്നിയാ സ്വാമി വണ്ടി അറേഞ്ച് ചെയ്ത് തരും. ശരി.